ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി 9, 10 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഡിഗ്രി ലെവൽ റെക്കോർഡ് ക്ലാസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു റെക്കോർഡ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് വിവിധ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, SPCID, അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ജയിലർ, അസിസ്റ്റന്റ് ഇൻ നാഷണൽ സേവിങ്സ്, ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 2499 രൂപയാണ്. ഈ ഒരു എല്ലാ എക്സാമുകളും ഒരൊറ്റ കോഴ്സിലൂടെ നല്ല രീതിയിൽ പഠിക്കുവാൻ ഉടൻ തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ 2026 ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി പ്രധാനമായിട്ടും നമുക്കിനി വരാനുള്ളത് LD എക്സാം, അതേപോലെ ബെക്കോ LD വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. അതേപോലെ മറ്റ് 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു റെക്കോർഡ് കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 1499 രൂപ മാത്രമാണ്. ഉടൻ തന്നെ ഈ ഒരു ഓഫർ പ്രൈസിൽ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അവാർഡാണ്. 2024 സംസ്ഥാന കലാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് 2024 സംസ്ഥാന കലാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതെന്നാണ്. 2026 ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഈ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് കഥകളി പുരസ്കാരമാണ്. എന്താണ് കഥകളി പുരസ്കാരമാണ്. അപ്പോൾ 2024 സംസ്ഥാന കലാ പുരസ്കാരങ്ങളിൽ കഥകളി പുരസ്കാരം ലഭിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് ഓർത്തു വെക്കാം. കലാനിലയം ഉണ്ണികൃഷ്ണനും അതേപോലെ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താനുമാണ്. ആർക്കൊക്കെയാണ്? കലാനിലയം ഉണ്ണികൃഷ്ണനും അതേപോലെ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താനുമാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത്. ഇനി കലാനിലയം ഉണ്ണികൃഷ്ണൻ അദ്ദേഹം എന്താണ്? കഥകളി സംഗീതജ്ഞനാണ്. എന്താണ്? കഥകളി സംഗീതജ്ഞനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. കഥകളി സംഗീതജ്ഞനാണ്. അതേപോലെ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ അദ്ദേഹം എന്താണ്? ഈ ഒരു കഥകളി വേഷമൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം എന്താണ്? ഏത് കലാവിഭാഗമാണ് ചെയ്യുന്നത്? കഥകളി വേഷം ചെയ്യുന്ന വ്യക്തിയാണ്. ആരാണ്? രാമചന്ദ്രൻ ഉണ്ണിത്താൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഉണ്ണികൃഷ്ണൻ, കലാനിലയം ഉണ്ണികൃഷ്ണൻ നമ്മൾ പറഞ്ഞു കഥകളി സംഗീതജ്ഞനാണ്. അതേപോലെ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താൻ അദ്ദേഹം എന്താണ്? കഥകളി വേഷം ചെയ്യുന്ന വ്യക്തിയാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പുരസ്കാരം പല്ലാവൂർ. എന്താണ്? പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരമാണ്. അതായത് 2024 സംസ്ഥാന കലാ പുരസ്കാരങ്ങളിൽ തന്നെയുള്ള ഒരു വിഭാഗമാണ് പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം. ഈ ഒരു പുരസ്കാരം നൽകുന്നത് വാദ്യ കലാരംഗത്തെ എന്താണ് കഴിവിനെ അടിസ്ഥാനമാക്കിയിട്ട് നൽകുന്ന ഒരു പുരസ്കാരമാണ് പല്ലാവൂർ അപ്പുമാരാർ പുരസ്കാരം. ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ചോറ്റാനിക്കര വിജയൻ മാരാർക്കാണ്. ആർക്കാണ്? ചോറ്റാനിക്കര വിജയൻ മാരാർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാദ്യം അല്ലെ ഏതാണ് ആ ഒരു വിഭാഗം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. തിമിലയാണ്. എന്താണ്? തിമിലയാണ് അദ്ദേഹത്തിന്റെ വാദ്യ വിഭാഗം എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കുന്നത് കേരളീയ. എന്താണ്? കേരളീയ നൃത്ത നാട്യ പുരസ്കാരമാണ്. കേരളീയ നൃത്ത നാട്യ പുരസ്കാരമാണ്. പുരസ്കാരത്തിന്റെ പേരെന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഈ ഒരു നൃത്ത നാട്യ രംഗത്ത് എന്താണ് മികവിനെ അടിസ്ഥാനമാക്കി നൽകുന്ന ഒരു പുരസ്കാരമാണ് ഈ ഒരു പുരസ്കാരം. പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് ഓർത്തു വെക്കുക. വിനീത നെടുങ്ങാടിക്കാണ്. ആർക്കാണ്? വിനീത നെടുങ്ങാടിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വിനീത നെടുങ്ങാടിയുടെ ഈ ഒരു നൃത്തനാട്യ മേഖലയിലെ വിഭാഗം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം. മോഹിനിയാട്ടമാണ്. അപ്പോൾ മോഹിനിയാട്ട കലാകാരിയാണ്. ആരാണ്? വിനീത നെടുങ്ങാടി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. നമ്മളിപ്പോൾ നോക്കിയത് 2024 സംസ്ഥാന കലാ പുരസ്കാരങ്ങളാണ്. അപ്പോൾ ഈ ഒരു പുരസ്കാരങ്ങളിലെ 3 വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾക്ക് അർഹരായിരിക്കുന്നത് ആരെന്ന് നമ്മൾ പഠിച്ചു. അടുത്തൊരു ക്യാമ്പയിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാമ്പയിനിന്റെ പേര് ഇതാണ്, ജീവനം. എന്താണ്? ജീവനം എന്നുള്ള ക്യാമ്പയിനാണ്. അപ്പോൾ ഈ ക്യാമ്പയിനിന്റെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം. മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലെടുക്കുന്ന വനിതാ കർഷകരുടെ ഉപജീവന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അപ്പോൾ ഓർത്തു വെക്കുക, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്, ഒരു പഞ്ചായത്ത് തല ക്യാമ്പയിനാണ്. എന്താണ്? ജീവനം എന്നുള്ള ഈ ഒരു ക്യാമ്പയിൻ. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലെടുക്കുന്ന വനിതാ കർഷകരുടെ ഉപജീവന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ വിവിധ ബാങ്കുകളും അതേപോലെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഈ ഒരു ക്യാമ്പയിനിലൂടെ വനിതാ കർഷകരുടെ ഉപജീവന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ ഏതാണെന്ന് ഓർത്തു വെക്കുക. ജീവനം എന്നുള്ള ക്യാമ്പയിനാണ്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്.
ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ചബാഹർ. എന്താണ്? ചബാഹർ എന്നുള്ള തുറമുഖമാണ്. എവിടെയാണെന്ന് ഓർത്തു വെക്കാം, ഇറാനിലാണ് ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സഹായത്തോടെ എന്താണ് എവിടെ നിർമ്മിക്കുന്നതാണ്? ഇറാനിൽ നിർമ്മിക്കുന്ന ഒരു തുറമുഖമാണ് എന്താണ്? ചബാഹർ എന്നുള്ള ഈ ഒരു തുറമുഖം. 2003 എന്താണ് ഇന്ത്യ ഈ ഒരു ഇറാനിലെ എന്താണ് തെക്ക് കിഴക്കൻ ഭാഗത്തായിട്ട് ഈ ഒരു തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. ഈ ഇന്ത്യയുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇറാനിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇന്ത്യയുടെ സഹായത്തോടു കൂടിയാണ് ഇറാനിൽ ഈ ഒരു തുറമുഖം നിർമ്മിക്കുന്നത്. PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടാലന്റ് അക്കാദമിയുടെ ഒരു മെഗാ സെയിൽ ഓഫർ വന്നിരിക്കുകയാണ്. അപ്പോൾ ടാലന്റ് അക്കാദമിയുടെ ഓൾഡ് ക്ലിയറൻസ് മെഗാ സെയിലാണ് വന്നിരിക്കുന്നത്. 1 കിലോ ബുക്ക് നിങ്ങൾക്ക് 99 രൂപയ്ക്ക് ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടാലന്റ് അക്കാദമിയുടെ ഓൾഡ് ബുക്കുകൾ നിങ്ങൾക്ക് എന്താണ് പ്രയോജനകരമാവുന്ന നിരവധി ഓൾഡ് ബുക്കുകളുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്കുകൾ നിങ്ങൾക്ക് 1 കിലോയ്ക്ക് 99 രൂപ നിരക്കിൽ ഇപ്പോൾ പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ടാലന്റ് അക്കാദമിയുടെ പബ്ലിക്കേഷൻ വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിരവധി ബുക്കുകളാണ് നിങ്ങൾക്ക് പ്രയോജനകരമാവുന്ന നിരവധി ബുക്കുകൾ ഇപ്പോൾ ഈ ഒരു ക്ലിയറൻസ് സെയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 1 കിലോയ്ക്ക് 99 രൂപ മാത്രമാണുള്ളത്. ഉടൻ തന്നെ ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്തുക. ഇനി ഒരു മിസൈലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, അഗ്നി 3 ആണ്. എന്താണ്? അഗ്നി 3 എന്നുള്ള മിസൈലാണ്. അപ്പോൾ ഇതിന്റെ എന്താണ് പരീക്ഷണം എന്താണ് വിജയകരമായിട്ട് പരീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതൊരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണെന്ന് പറഞ്ഞു. 3000 മുതൽ എന്താണ് ഇതിന്റെ ദൂരപരിധി ഒന്ന് ഓർത്ത് വെക്കുക, 3000 മുതൽ 3500 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി ഉള്ളത്. അപ്പോൾ ഒഡീഷയിൽ നിന്നുമാണ് 2026 ഫെബ്രുവരിയിൽ എന്താണ് നമ്മുടെ ഈ ഒരു അഗ്നി 3യുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയായത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ നിരവധി പേരുടെ മരണത്തിന് ഇടയാക്കിയ ഖനി ദുരന്തം നടന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, മേഘാലയയിലാണ്. എന്താണ്? മേഘാലയയിലാണ് ഇത്തരത്തിലൊരു ദുരന്തം, ഒരു ഖനി ദുരന്തം നടന്നിരിക്കുന്നത്. അപ്പോൾ മേഘാലയയിലെ ഈസ്റ്റ് ജയന്തിയ ഹിൽസ് ജില്ലയിലാണ് ഈ ഒരു ദുരന്തം നടന്നിരിക്കുന്നത്. അവിടെയുള്ള ഒരു റാറ്റ് ഹോൾ ഖനിയിലാണ് ഈ ഒരു ദുരന്തം നടന്നത്. അപ്പോൾ അവിടെ ഒരു ഖനിയിൽ ഖനനം നടത്തുകയും അതേപോലെ തൊട്ടടുത്തുള്ള ഒരു ഖനിയിൽ സ്ഫോടനം സംഭവിക്കുകയും വഴിയാണ് തീപിടുത്തം മൂലമാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. ഒരു അനധികൃതമായിട്ട് നടന്ന ഖനി പ്രവർത്തനത്തിലാണ് ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഉണ്ടായത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മേഘാലയയിലാണ്. ഇനി ഒരു ഓപ്പറേഷനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. രാജ്യത്ത് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആവിഷ്കരിച്ച സൈബർ ഓപ്പറേഷൻ ഏതെന്നാണ്. ഓർത്തു വെക്കാം, ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0 എന്നുള്ള ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നടന്നതെന്ന് ഓർത്തു വെക്കാം, സൈബർ തട്ടിപ്പുകൾക്കെതിരെയാണ്. എവിടെയാണ്? ഡൽഹി പോലീസാണ് ഈ ഒരു ഓപ്പറേഷൻ ആവിഷ്കരിച്ചത്. അപ്പോൾ ഇതൊരു സൈബർ ഓപ്പറേഷൻ ആണ് എന്നുള്ള കാര്യം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. എന്താണ്? ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0 എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര്. അടുത്തൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. 3ാമത് ലോക പ്രതിരോധ പ്രദർശനം 2026 വേദി എവിടെയെന്നാണ്. ഓർത്തു വെക്കാം, റിയാദാണ് വേദിയാവുന്നത്. എത്രാമതാണ്? 3ാമതാണ്. തേർഡ് വേൾഡ് ഡിഫൻസ് എക്സിബിഷൻ ആണ്. എക്സിബിഷൻ ഈ ഒരു 2026 നടക്കുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക, റിയാദിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രദർശനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ആരാണ്? നമ്മുടെ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രിയായിട്ടുള്ള സഞ്ജയ് സേത്താണ് ഈ ഒരു സംഘത്തെ, ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. അപ്പോൾ വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക, റിയാദാണ് വേദിയാകുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇറാനുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങളിൽ നിന്നും US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ഇപ്പോൾ ഏത് രാജ്യവുമായിട്ടാണെന്ന് ഓർത്ത് വെക്കുക, ഇറാനുമായിട്ട് വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങളിൽ നിന്നുമാണ് എന്താണ് US-ലേക്ക് അവരെന്താണ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അവിടെ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള ഒരു ഉത്തരവാണ് പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു തീരുമാനത്തിന്റെ കാരണമായിട്ട് അവർ പറയുന്നത് US-ന്റെ ദേശീയ സുരക്ഷ, അതേപോലെ സമ്പദ് വ്യവസ്ഥ, വിദേശ നയം എല്ലാം എന്താണ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തീരുമാനം കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നേരത്തെ ഇതുപോലെ എന്താണ് റഷ്യയുമായിട്ട് ബന്ധം പുലർത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരെ എന്താണ് ഇത്തരത്തിലൊരു തീരുവ പ്രഖ്യാപിച്ചിരുന്നു. അതിപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോഴെന്താണ് ഇറാനുമായിട്ട് വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങൾക്കാണ് ഈ ഒരു കാര്യം ബാധകമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ഈ ഒരു ബന്ധം പുലർത്തുന്ന വ്യാപാര ബന്ധം ഇറാനുമായിട്ട് പുലർത്തുന്ന രാജ്യങ്ങൾ എന്താണ് US-ലേക്ക് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
അടുത്തൊരു റിപ്പോർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫോബ്സിന്റെ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ നമുക്കറിയാം ഫോബ്സ് എല്ലാ വർഷവും പ്രഖ്യാപിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഫോബ്സ് റിപ്പോർട്ട് 2025 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സ്ത്രീകളിൽ 1-ാം സ്ഥാനത്ത് ഉള്ളത് ആരാണെന്ന് നമുക്ക് നോക്കാം. ഉർസുല വോൺ ഡെർ ആണ്. ആരാണ്? ഉർസുല വോൺ ഡെർ ലെയൻ ആണെന്നാണ് ഈ ഒരു അതായത് നമ്മുടെ ലോകത്ത് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകളിൽ 1-ാം സ്ഥാനത്തുള്ളത്. ഉർസുല വോൺ ഡെർ ആരാണെന്ന് നമുക്കറിയാം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ്. ആരാണ്? ഉർസുല വോൺ ഡെർ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ അതായത് ലോകത്തെ ഏറ്റവും ശക്തരായ സ്ത്രീകളിൽ 1-ാം സ്ഥാനത്തുള്ളത് ഉർസുല വോൺ ഡെർ ആണെങ്കിൽ 2-ാം സ്ഥാനത്തുള്ളത് ആരാണ്? ക്രിസ്റ്റീൻ ലഗാർഡ് ആണ്. ആരാണ്? ക്രിസ്റ്റീൻ ലഗാർഡ് ആണെന്നാണ് 2-ാം സ്ഥാനത്തുള്ളത്. ക്രിസ്റ്റീൻ ലഗാർഡ് ആരാണെന്ന് ഓർത്ത് വെക്കുക. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ പ്രസിഡന്റ് ആണ്. ആരാണ്? ക്രിസ്റ്റീൻ ലഗാർഡ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ 3-ാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണ്? സനെ തകൈച്ചി ആണ്. ആരാണ്? സനെ തകൈച്ചി ആണെന്നാണ് 3-ാം സ്ഥാനത്തുള്ള വ്യക്തി. അതായത് ശക്തരായ സ്ത്രീകളിലെ 2-ാം സ്ഥാനത്തുള്ളത് നമ്മൾ പറഞ്ഞു ക്രിസ്റ്റീൻ ലഗാർഡ് ആണ്. 3-ാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണ്? സനെ തകൈച്ചി ആണ്. സനെ തകൈച്ചി എന്താണ്? ജപ്പാനിന്റെ പ്രസിഡന്റ് ആണ്. എന്താണ്? ജപ്പാന്റെ പ്രസിഡന്റ് ആണ്. ആരാണ്? സനെ തകൈച്ചി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ വനിതകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു റിപ്പോർട്ട് 2025 ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ സ്ത്രീകളെ കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അതിൽ ഒന്നാമത് നമുക്ക് പറയാനുള്ളത് നിർമ്മല സീതാരാമൻ. എന്താണ്? നിർമ്മല സീതാരാമൻ ഇതിനു മുമ്പും ഈ ഫോബ്സിന്റെ ഈ ഒരു പവർ വുമൺ പട്ടികയിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിർമ്മല സീതാരാമൻ എത്രാം സ്ഥാനത്താണുള്ളതെന്ന് ഓർത്ത് വെക്കുക. 24-ാം സ്ഥാനത്താണ് ആരുള്ളതെന്ന് ഓർത്ത് വെക്കുക. നിർമ്മല സീതാരാമൻ ഉള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. നിർമ്മല സീതാരാമൻ നമുക്കറിയാം നമ്മുടെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ നിർമ്മല സീതാരാമൻ 24-ാം സ്ഥാനത്താണ് ഫോബ്സിന്റെ ഈ ഒരു വുമൺ പട്ടികയിൽ പവർ വുമൺ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതേപോലെ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരു വനിതയാണ് റോഷ്നി നാടാർ മൽഹോത്ര. ആരാണ്? റോഷ്നി നാടാർ മൽഹോത്ര. അപ്പോൾ റോഷ്നി നാടാർ മൽഹോത്ര എത്രാം സ്ഥാനത്താണ് ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 76-ാം സ്ഥാനത്താണ്. എത്രാം സ്ഥാനത്താണ്? 76-ാം സ്ഥാനത്താണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ മറ്റൊരു വ്യക്തി കൂടി ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ത്രീ കൂടി ഉണ്ട്. അതാരാണ്? കിരൺ മജുംദാർ ഷായാണ്. ആരാണ്? കിരൺ മജുംദാർ ഷായാണ്. അപ്പോൾ കിരണിന്റെ സ്ഥാനം എത്രയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. 83-ാം സ്ഥാനത്താണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എത്രാം സ്ഥാനത്താണ്? 83-ാം സ്ഥാനത്താണ്. അപ്പോൾ നമ്മൾ നോക്കിയത് ഒരു റിപ്പോർട്ടായിരുന്നു. ഫോബ്സിന്റെ റിപ്പോർട്ടാണ്. 2025 വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ 2025 ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീകളെയാണ് നമ്മൾ നോക്കിയത്. അതിൽ 1-ാം സ്ഥാനത്തുള്ള വ്യക്തി ആരാണ്? ഉർസുല വോൺ ഡെർ ആണ്. 2-ാം സ്ഥാനത്തുള്ളത് ആരാണ്? ക്രിസ്റ്റീൻ ലഗാർഡ് ആണ്. 3-ാം സ്ഥാനത്ത് നമ്മൾ പറഞ്ഞു സനെ തകൈച്ചി ആണ്. ഇനി അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള 3 സ്ത്രീകൾ കൂടിയുണ്ട്. അവരെയും നമ്മൾ പറഞ്ഞു. അതിൽ വന്നിരിക്കുന്നത് നിർമ്മല സീതാരാമൻ 24-ാം സ്ഥാനത്തുണ്ട്. റോഷ്നി 76. അതേപോലെ കിരൺ മജുംദാർ ഷാ എത്രാം സ്ഥാനത്താണുള്ളത്? 83-ാം സ്ഥാനത്തുമുണ്ട്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. സമഗ്രമായ സംസ്ഥാനതല പക്ഷി അറ്റ്ലസ് പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യയിലെ 2-ാമത്തെ സംസ്ഥാനം ഏതെന്നാണ് ഓർത്തു വെക്കാം. ഗോവയാണ് ഇത്തരത്തിലൊരു ബേർഡ് അറ്റ്ലസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ 2-ാമത്തെ സംസ്ഥാനമാണ്, ഇന്ത്യയിലെ 2-ാമത്തെ സംസ്ഥാനമാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. ഓർത്തു വെക്കുക. കേരളമാണെന്നാണ് ആദ്യത്തെ സംസ്ഥാനം. അതായത് സമഗ്രമായ സംസ്ഥാനതല ഒരു പക്ഷി അറ്റ്ലസ് പ്രസിദ്ധീകരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതായിരുന്നു? അത് കേരളമാണ്. അപ്പോൾ 2-ാമതായിരിക്കും എന്നത് ഏത് സംസ്ഥാനമാണ്? ഗോവയാണ്. ഇനി നമ്മൾ നോക്കുന്നത് 59-ാമത് പണനയ കമ്മിറ്റി മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ്. അപ്പോൾ 59-ാമത് പണനയ കമ്മിറ്റി മീറ്റിംഗ്, അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. 2026 ഫെബ്രുവരിയിലാണ് നടന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 2026 ഫെബ്രുവരിയിലാണ് ഈ ഒരു മീറ്റിംഗ് നടന്നിരിക്കുന്നത്. 59-ാമത് മീറ്റിംഗ് നടന്നത് എപ്പോഴാണ്? 2026 ഫെബ്രുവരിയിലാണ്. ഇനി ഒരു മീറ്റിംഗിന്റെ ചെയർമാൻ ആരാണെന്ന് ഓർത്തു വെക്കുക. RBI ഗവർണർ ആയിട്ടുള്ള സഞ്ജയ് മൽഹോത്രയാണ് ഈ ഒരു മീറ്റിംഗിന്റെ ചെയർമാനായിട്ട് ആ ഒരു സ്ഥാനം വഹിച്ചത്. ഇനി ഒരു മീറ്റിംഗിലെ റേറ്റുകളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ടത്. ആദ്യം നമ്മൾ നോക്കുന്നത് റിപ്പോ റേറ്റ് ആണ്. റിപ്പോ റേറ്റിൽ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല. 5.25% തന്നെയാണെന്നാണ് റിപ്പോ റേറ്റ് നിലവിലുള്ളത്. എത്രയാണ്? 5.25%. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതും 5.25%. അതിലൊരു ചേഞ്ചും വന്നിട്ടില്ല. 59-ാമത് ഈ ഒരു മീറ്റിംഗിലും റിപ്പോ
റേറ്റ് അങ്ങനെ തന്നെ തുടരുവാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ റിപ്പോ റേറ്റ് എത്രയാണെന്ന് ഓർത്ത് വെക്കുക, 5.25%. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. അടുത്ത് നമ്മൾ കുറച്ച് റേറ്റുകളും കൂടി നോക്കി വെക്കുന്നുണ്ട്. ഒരു ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാക്കി റേറ്റുകളൊന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ബാങ്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ എത്രയാണ്? 5.50%. എത്രയാണ്? 5.50% ബാങ്ക് റേറ്റ് വന്നിരിക്കുന്നത്. റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയാണ്? 3.35%. എത്രയാണ്? 3.35% നിലവിലെ എന്താ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് നല്ലതുപോലെ നമ്മൾ പഠിക്കുക. ബാക്കി റേറ്റുകളൊന്നും നമ്മൾ ഓർത്ത് വെക്കുക, ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് CRR ആണ്. എത്രയാണ്? CRR എന്ന് നോക്കുക, 3%. എത്രയാണ്? 3% എന്നാണ് ഈ ഒരു ക്യാഷ് റിസർവ് റേഷ്യോ CRR വരുന്നത്. അതേപോലെ SLR എത്ര ശതമാനമാണ്? 18% നിലവിലെ. SLR എത്രയാണ്? സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എത്രയാണെന്ന് ഓർത്ത് വെക്കുക, 18% ഈ ഒരു റേറ്റ് വരുന്നത്, SLR വരുന്നത്. അപ്പോൾ ഏതൊക്കെ റേറ്റ് ആണ്? റിപ്പോ റേറ്റ് നമ്മൾ പറഞ്ഞു 2.5%, ബാങ്ക് റേറ്റ് 5.50%, റിവേഴ്സ് റിപ്പോ റേറ്റ് നിലവിൽ എത്രയാണ്? 3.35%, CRR എത്രയാണ്? 3%, അതേപോലെ SLR 18%. അപ്പോൾ ഈ ഒരു റേറ്റുകളൊക്കെ തീരുമാനിക്കുന്നത്, അതേപോലെ തന്നെ ഈ ഒരു മോണിറ്ററി പോളിസി കമ്മിറ്റി രൂപീകരിക്കുന്നതൊക്കെ എന്താണ്? RBIയുടെ കീഴിലാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 59ാമത് പണനയ കമ്മിറ്റി മീറ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2026 ഫെബ്രുവരിയിലാണ് ഈ ഒരു മീറ്റിംഗ് നടന്നത്. അതേപോലെ RBIയുടെ മറ്റൊരു തീരുമാനം നമുക്ക് നോക്കാം. ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ്? ഡിജിറ്റൽ തട്ടിപ്പ്, പണത്തട്ടിപ്പിന് ഇരയായിട്ടുള്ളവർക്ക് എന്താണ്? അതിന് വേണ്ടിയിട്ട് ഒരു നഷ്ടപരിഹാരം നൽകുവാൻ വേണ്ടിയിട്ട് RBI തീരുമാനമെടുത്തിരിക്കുകയാണ്. മാക്സിമം 25,000 രൂപ വരെയാണ് നഷ്ടപരിഹാരമായിട്ട് നൽകുന്നത്. മാക്സിമം എത്രയാണ്? 25,000 രൂപ വരെയാണ് ഈ ഒരു നഷ്ടപരിഹാരമായിട്ട് നൽകുന്നത്. അപ്പോൾ ഈ ഇടയായിട്ട് കുറേ അധികം നമുക്ക് കേരളത്തിലും ഒക്കെ എന്താണ് ഈ ഒരു പണത്തട്ടിപ്പ് ഡിജിറ്റൽ വഴി എന്നാണ് ഈ ഒരു പണത്തട്ടിപ്പ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാകുന്നവർക്കാണ് ഈ ഒരു നഷ്ടപരിഹാരം നൽകുന്നത്. ഇപ്പോൾ OTP പറഞ്ഞു കൊടുത്തിട്ട് വരെ അറിയാതെ OTP വരെ പറഞ്ഞു കൊടുത്ത് ഈ ഒരു തട്ടിപ്പിന് ഇരയാവുന്നവരുണ്ട്. അവർക്കും ഒക്കെ ഈ ഒരു നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ്. പക്ഷേ മാക്സിമം എത്ര രൂപ വരെ നിലവിൽ ലഭിക്കുകയുള്ളൂ? 25,000 രൂപ വരെ ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എത്ര ശതമാനമാണ്? 85% ലഭിക്കുന്നത്. ഈ ഒരു നഷ്ടപരിഹാരം ലഭിക്കുന്നത് 85%. അത് പറയുന്നത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് 50,000 രൂപയാണ് ഇതുവഴി ഒരു തട്ടിപ്പ് വഴി നഷ്ടപ്പെട്ടതെങ്കിൽ അയാൾക്ക് മാക്സിമം എത്ര രൂപ വരെ ലഭിക്കുകയുള്ളൂ? 25,000 രൂപ വരെ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഒരാൾക്ക് 20,000 രൂപയാണ് തട്ടിപ്പ് വഴി നഷ്ടപ്പെട്ടതെങ്കിൽ ആ ഒരു 20,000ന്റെ 85% അയാൾക്ക് ഈ ഒരു നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുന്നത്. ഈ ഒരു 85%-ൽ 15% നൽകേണ്ടത് ആരാണെന്ന് ഓർത്തു വെക്കുക. അത് ഈ ഒരു തട്ടിപ്പിന്, അതായത് ഈ ഒരു തട്ടിപ്പിന്റെ ഇടയിൽ ഉൾപ്പെട്ടു പോയിട്ടുള്ള ബാങ്ക് ഏത് വഴിയാണോ ആ ഒരു തട്ടിപ്പ്, ഏത് ബാങ്ക് വഴിയിട്ടാണോ ആ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തട്ടിപ്പിന് ഇരയായത്, ആ ഒരു ബാങ്ക് ആയിരിക്കും ഈ ഒരു 15% നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു 85%-ൽ 15% നൽകുന്നത് ആ ഒരു ബാങ്ക് ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. മാക്സിമം 25,000 രൂപ വരെയാണ് ഒരു നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പരിധി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനിയും ഇതേപോലെ തട്ടിപ്പിന് ഇരയാകാതെ ജാഗരൂകരായി ഇരിക്കാൻ വേണ്ടിയിട്ടും അതിനെ അവയർനെസ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചിത്രങ്ങൾ ബഹിരാകാശത്ത് വെച്ച് പകർത്തിയ ആദ്യ ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഏതെന്നാണ് ഓർത്തു വെക്കാം. അസിസ്റ്റ BST എയ്റോസ്പേസ് എന്നുള്ള കമ്പനിയാണ് ഈ ഒരു ചിത്രം പകർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി നമ്മുടെ ബഹിരാകാശത്ത് വെച്ച് തന്നെ ബഹിരാകാശ നിലയത്തിന്റെ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കമ്പനിയുടെ, അതായത് അസിസ്റ്റ BST എയ്റോസ്പേസ് എന്നുള്ള കമ്പനിയുടെ AFR എന്നുള്ള സാറ്റലൈറ്റ് ആണ് ഈ ഒരു ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. ഓർബിറ്റ് സ്നൂപ്പിംഗ് ഓർത്തു വെക്കുക. ഓർബിറ്റ് സ്നൂപ്പിംഗ് എന്നുള്ള ഓർത്തു വെക്കുക. ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഓർബിറ്റ് സ്നൂപ്പിംഗ് എന്നുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാറ്റലൈറ്റ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യ എന്താണെന്ന് പറഞ്ഞാൽ സ്വയം ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മറ്റൊരു ബഹിരാകാശ പേടകത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ നിരീക്ഷിക്കുന്ന രീതിയാണ് ഈ ഒരു സാങ്കേതിക വിദ്യ. അപ്പോൾ ഇത്തരത്തിൽ ചിത്രങ്ങൾ പകർത്തിയ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയ ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഏതാണെന്ന് ഓർത്ത് വെക്കുക. അസിസ്റ്റ BST എയ്റോസ്പേസ് എന്നുള്ള കമ്പനിയാണ്.
അടുത്ത സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2025-26 സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരെന്നാണ്? ഓർത്തു വെക്കാം, സർവീസസ് ആണ്. ഏത് ടീമാണ്? സർവീസസ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2025-26 സന്തോഷ് ട്രോഫി കിരീടമാണ്. 79ാമത് മത്സരമായിരുന്നു. എത്രാമതാണ്? 79ാമത് മത്സരമായിരുന്നു. ഫൈനലിലെ കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. കേരളത്തെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി കേരളത്തിന്റെ, അതായത് 2025-26 സന്തോഷ് ട്രോഫി ടീമിൽ ഈ ഒരു മത്സരത്തിൽ കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. സഞ്ജു ജി ആണ്. ആരാണ്? സഞ്ജു ജി ആയിരുന്നു എന്നാണ് കേരള ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഫൈനലിൽ കേരളത്തിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ സർവീസസ് ആണ് വിജയിച്ചിരിക്കുന്നത്. സർവീസസിന്റെ 8ാമത്തെ കിരീടമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 8ാമത് തവണയാണ് ഈ ഒരു മത്സരത്തിൽ വിജയിക്കുന്നത്. ഇനി ഈ ഒരു മത്സരത്തിന്റെ ഫൈനലിന്റെ വേദി എവിടെയായിരുന്നു? അത് അസമായിരുന്നു. അസമിലെ ഡഗുഖാന സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നത്. ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച നേപ്പാളി നടൻ ആരെന്നാണ്? ഓർത്തു വെക്കാം, സുനിൽ ധാപ്പയാണ്. ആരാണ്? സുനിൽ ധാപ്പയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്? അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു? അദ്ദേഹം ഒരു നേപ്പാളി നടനാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ 2014 പുറത്തിറങ്ങിയ ഒരു ചിത്രമുണ്ട്. എന്താണ്? മേരി കോം എന്നുള്ള ചിത്രം. അപ്പോൾ മേരി കോം നമുക്കറിയാം, മേരി കോം എന്നുള്ള വ്യക്തിയുടെ ജീവിതം ആസ്പദമാക്കിയിട്ട് പുറത്തിറങ്ങിയ മേരി കോം എന്നുള്ള ഈ ഒരു ചിത്രത്തിൽ മേരി കോമിന്റെ പരിശീലകനായിട്ടുള്ള ആ ഒരു വേഷം ചെയ്തത് ആരാണ്? അത് സുനിൽ ധാപ്പയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ 2026 ഫെബ്രുവരിയിലാണ് അദ്ദേഹം അന്തരിച്ചത്. ഇനി വരുന്ന കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഒരു സ്പെഷ്യൽ റെക്കോർഡർ കോഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് 200-ലധികം മണിക്കൂറുകളായിട്ടുള്ള റെക്കോർഡ് ക്ലാസ് ആണ് ലഭ്യമാകുന്നത്. അതേപോലെ മോഡൽ എക്സാമും ടോപ്പിക് വൈസ് എക്സാമും SCRT സിലബസും എല്ലാം കവറേജ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 999 രൂപ മാത്രമാണ്. അപ്പോൾ ടാലന്റിന്റെ ഈ ഒരു റെക്കോർഡ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുന്നതിന് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി കോൺടാക്ട് ചെയ്താലും മതി. ഇനി നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ആ ഒരു ഗൂഗിൾ ഫോം നിങ്ങളൊന്ന് ഫില്ല് ചെയ്താലും മതി. നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അറിയുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കുവാൻ ഉടൻ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് അവാർഡായിരുന്നു. 2024 സംസ്ഥാന കലാ പുരസ്കാരങ്ങളാണ് നോക്കിയത്. അതിൽ കഥകളി പുരസ്കാരത്തിന് അർഹരായത് 2 പേരാണ്. കലാനിലയം ഉണ്ണികൃഷ്ണനും അതേപോലെ കലാമണ്ഡലം രാമചന്ദ്രൻ ഉണ്ണിത്താനുമാണ്. അതേപോലെ നൃത്യനാട്യ മേഖലയിലും വാദ്യമേളയിലും ആർക്കൊക്കെയാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ശേഷം നമ്മൾ നോക്കിയത് ഒരു ക്യാമ്പയിനാണ്, ജീവനം എന്നുള്ള ക്യാമ്പയിനാണ്. മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലെടുക്കുന്ന വനിതാ കർഷകരുടെ ഉപജീവന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ജീവനം എന്നുള്ള ഈ ഒരു ക്യാമ്പയിൻ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യയുടെ സഹായത്തോടെ ഇറാനിൽ നിർമ്മിക്കുന്ന തുറമുഖം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ചബഹാർ തുറമുഖമാണ്. ഏതാണ്? ചബഹാർ തുറമുഖമാണ്. എന്താണ്? ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഇറാനിലാണ് ഈ ഒരു തുറമുഖം നിർമ്മിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഡിജിറ്റൽ തട്ടിപ്പിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകാനായി തീരുമാനിച്ച ബാങ്ക് ഏതെന്നാണ്. RBI ബാങ്ക് ആണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ശേഷം നമ്മൾ നോക്കിയത് 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഏതെന്നാണ്. അഗ്നി 3 എന്നുള്ള മിസൈലാണ്. അപ്പോൾ 3000 മുതൽ 3500 കിലോമീറ്റർ വരെയാണ് ഈ ഒരു മിസൈലിന്റെ ദൂരപരിധി വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ഖനി ദുരന്തം നടന്നത് എവിടെയെന്നാണ്. മേഘാലയയിലാണ്. മേഘാലയയിലെ ഈസ്റ്റ് ജയന്തിയ ഹിൽസ് എന്നുള്ള ജില്ലയിലാണ് ഈ ഒരു ദുരന്തം നടന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു ഓപ്പറേഷനാണ്, ഒരു സൈബർ ഓപ്പറേഷനാണ്. രാജ്യത്ത് നടക്കുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരായിട്ട് ഡൽഹി പോലീസ് ആവിഷ്കരിച്ച ഒരു സൈബർ ഓപ്പറേഷനാണ്. ഏതാണ്? ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0 എന്നുള്ള ഈ ഒരു ഓപ്പറേഷനാണ് നടത്തിയത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. 3ാമത് ലോക പ്രതിരോധ പ്രദർശനം 2026 വേദി എവിടെയാണ്? റിയാദാണ്. അപ്പോൾ ഈ ഒരു പ്രദർശനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് നമ്മുടെ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രിയാണ്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഇറാനുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങളിൽ നിന്നും US-ലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവിനെ കുറിച്ചാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഏത് രാജ്യവുമായിട്ടാണ്? ഇറാനുമായിട്ട് വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കാണ് ഈ ഒരു എക്സ്ട്രാ അധികമായിട്ടുള്ള തീരുവ US ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഫോബ്സ് റിപ്പോർട്ടായിരുന്നു. 2025 ഈ ഒരു റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീകളിൽ 1ാം സ്ഥാനത്തുള്ളത് ആരാണ്? ഉർസല വോണ്ടർ ആണ്. അതേപോലെ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള വനിതകളെയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കിയത് സമഗ്രമായ സംസ്ഥാനതല പക്ഷി അറ്റ്ലസ് പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യയിലെ 2ാമത്തെ സംസ്ഥാനം ഏതെന്നാണ്. ഗോവയാണ്. ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് 59ാമത് പണനയ കമ്മിറ്റി മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളായിരുന്നു. അതിൽ റിപ്പോ റേറ്റ് എത്രയാണ്? 5.25% ആണ്. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല.
നടന്നിട്ടില്ല. ഇനി ഒരു മീറ്റിംഗ് നടന്നത് 2026 ഫെബ്രുവരിയിലാണ് എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക. മറ്റ് പോയിന്റുകളെല്ലാം നല്ല രീതിയിൽ പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചിത്രങ്ങൾ പകർത്തിയ ബഹിരാകാശത്ത് വെച്ച് തന്നെ പകർത്തിയ ആദ്യത്തെ ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, അസിസ്റ്റ BST എയ്റോസ്പേസ് എന്നുള്ള കമ്പനിയുടെ സാറ്റലൈറ്റ് ആണ് ഈ ചിത്രങ്ങൾ പകർത്തിയത്. പിന്നീട് നമ്മൾ നോക്കിയത് 2025-26 സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ആരെന്നാണ്. സർവീസസ് ആണ് ഫൈനലിൽ കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. സർവീസസിന്റെ 8ാമത്തെ കിരീടമായിരുന്നു. അപ്പോൾ കേരളത്തിന്റെ ഈ ഒരു മത്സരത്തിന് വേണ്ടിയിട്ടുള്ള കേരളത്തിന്റെ ടീം ക്യാപ്റ്റൻ ആരാണെന്ന് ഓർത്തു വെക്കുക, സഞ്ജുജി ആണ്. പിന്നീട് ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത്. 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രശസ്ത നേപ്പാളി നടൻ ആരാണെന്ന് ഓർത്തു വെക്കുക, സുനിൽ ധാപ്പയാണ്. അദ്ദേഹം 2014 പുറത്തിറങ്ങിയ മേരി കോം എന്നുള്ള ആ ഒരു ചിത്രത്തിലെ മേരി കോമിന്റെ പരിശീലകനായിട്ടുള്ള വേഷം അഭിനയിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: അയ്യ വൈകുണ്ഠസ്വാമി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് കൾച്ചറൽ സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ്. ഓപ്ഷൻ എ വഞ്ചിയൂർ, ഓപ്ഷൻ ബി നെടുമങ്ങാട്, ഓപ്ഷൻ സി നേമം, ഓപ്ഷൻ ഡി നെയ്യാറ്റിൻകര. അടുത്ത ചോദ്യം ഇതാണ്: SIR നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതെന്നാണ്. ഓപ്ഷൻ എ കൊട്ടാരക്കര, ഓപ്ഷൻ ബി കുട്ടനാട്, ഓപ്ഷൻ സി ചെങ്ങന്നൂർ, ഓപ്ഷൻ ഡി ചങ്ങനാശ്ശേരി. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: അടുത്തിടെ ഇന്ത്യൻ പൗരത്വം ലഭിച്ച പെപിത സേത്തിന് പത്മശ്രീ ലഭിച്ച വർഷം ഏതെന്നാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 2012 ഈ ഒരു പുരസ്കാരം, പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം ഇതായിരുന്നു: സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി കേസ് വാദിച്ച മുഖ്യമന്ത്രി ആരെന്നാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. മമതാ ബാനർജിയാണ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേസ് വാദിച്ച മുഖ്യമന്ത്രി. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.